friends, welcome back to Cinema Explainer. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ സൈക് സിദ്ധാർത്ഥ എന്ന തെലുങ്ക് സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോ ആയ സിദ്ധാർത്ഥിനെ കാണിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു ചെറിയ ട്രൗസർ ഇട്ട് ടീഷർട്ട് പോലും ശരിയായി ഇടാതെ ഒരു ബസ്സിന് പുറകെ നിർത്ത് എന്ന് പറഞ്ഞ് ഓടുകയാണ്. ആ ബസ്സിനുള്ളിൽ നിന്ന് ഒരു പെൺകുട്ടി എത്തി നോക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്ന ആ പെൺകുട്ടി ആരാണ്, നമ്മുടെ ഹീറോ എന്തിനാണ് ഇങ്ങനെ പുറകെ ഓടുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ ഈ കഥയിൽ കാണിക്കുന്നത്. കൃത്യം 1 വർഷം മുൻപുള്ള കഥ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെയും കാണിക്കുന്നു. നമ്മുടെ ഹീറോയിൻ ഒരു ഭരതനാട്യം ഡാൻസറാണ്. അവർ ആഗ്രഹിച്ചതുപോലെ അവരുടെ ലക്ഷ്യം നേടാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു ടീച്ചറായിരുന്ന് പല പെൺകുട്ടികൾക്കും ഭരതനാട്യം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഹീറോയിന്റെ പേര് ശ്രാവ്യ. ഇപ്പോൾ ഹീറോയിന് ഒരു ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അയാൾ ഫോൺ ചെയ്ത് എത്ര നേരമായി നീ വീട്ടിൽ ഇതുവരെ വന്നില്ലല്ലോ, മര്യാദയ്ക്ക് വീട്ടിൽ വരണമെന്ന് അറിയില്ലേ എന്ന് ചോദിച്ച് ഭയങ്കരമായ ഒച്ചയിടുകയാണ്. ഇവരും ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്ത് ഭരതനാട്യം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. വീട്ടിലെത്തിയതും അവരുടെ ഭർത്താവ് വളരെ ദേഷ്യത്തോടെ, നീ ഒരു കുടുംബത്തിൽ ജനിച്ച പെണ്ണാണെന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്, പക്ഷെ നീ ഒരു ആട്ടക്കാരിയായി നടക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് വളരെ മോശമായി തന്റെ ഭാര്യയെ പറ്റി സംസാരിക്കുകയും അവിടെ ബെൽറ്റ് ഊരി തന്റെ ഭാര്യയെ അടിക്കുകയും ചെയ്യുന്നു. അതിൽ നമ്മുടെ ഹീറോയിന് പല മുറിവുകളും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഭാര്യയുടെ സമ്മതം പോലും ഇല്ലാതെ അവരുമായി ബന്ധപ്പെടുന്നതും അവിടെ കാണിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ ഇതെല്ലാം സഹിച്ചുകൊണ്ട് പല വർഷങ്ങളായി അവർ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നു. അവൾക്ക് ഒരു മകനുമുണ്ട്. എന്നാലും ഈ ക്രൂരത ഇതിനു മുകളിൽ താങ്ങാൻ കഴിയില്ല എന്ന് അവൾ തീരുമാനിക്കുകയാണ്. ഇപ്പൊ പോലും അവരുടെ ഭർത്താവ് എന്താണ് ചെയ്തതെന്ന് അറിയാമോ? എന്താ ഭരതനാട്യം കളിച്ച് സമ്പാദിക്കുന്നത്, ഇപ്പോൾ എൻ്റെ കൂടെ കിടന്നില്ലേ, അതിന് ഞാൻ തനിക്ക് കാശ് തരാം എന്ന് പറഞ്ഞ് കാശൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോവാണ്. ഇങ്ങനെയാണ് ഭാര്യയെ ഒരു തെറ്റായ ഉദ്ദേശത്തിൽ അദ്ദേഹം അവിടെ വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ തന്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്ത് പിരിഞ്ഞു പോകണമെന്ന് പല വർഷങ്ങളായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ കാര്യം ഭർത്താവിനോട് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെ എടുക്കുമെന്ന് അറിയാത്ത പേടിയും അവർക്കുള്ളിലുണ്ട്. അപ്പോഴാണ് ഒരു മോട്ടിവേഷണൽ പാട്ട് അവൾ കേൾക്കുന്നത്. ആ പാട്ട് കേട്ട ഉടനെ അവൾക്കുള്ളിൽ ഒരു തീ വരുന്നുണ്ട്. സാരമില്ല, എന്തായാലും നോക്കാം, നമ്മുടെ മകനെയും കൂട്ടി വീട്ടിൽ വളർത്തുന്ന പൂച്ചയെയും എടുത്തുകൊണ്ട് നമ്മുടെ ഭർത്താവ് അറിയാതെ തന്നെ ഈ നാട് വിട്ടു പോകാം എന്ന് ഹീറോയിൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അന്ന് അവരുടെ ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് ആ ഡിവോഴ്സ് പേപ്പർ ഭർത്താവിന്റെ വീട്ടിൽ വെച്ചിട്ട് ഹീറോയിൻ ഒപ്പിട്ടിട്ട് തന്റെ മകന്റെയും വളർത്തുന്ന പൂച്ചയുടെയും ഒപ്പം വേറൊരു സ്ഥലത്തേക്ക് മാറുകയാണ്. ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ ഹീറോ സിദ്ധാർത്ഥ താമസിക്കുന്നത്. അവിടെ കുറഞ്ഞ വാടകയ്ക്ക് കിട്ടുന്ന ഒരു വീട് അവർ വാടകയ്ക്ക് എടുക്കുകയാണ്. അങ്ങനെ ആ വീടിനുള്ളിൽ ആദ്യ ദിവസം ചെല്ലുമ്പോൾ തന്നെ അവരെ കാത്ത് വലിയൊരു സംഭവം ഇരിപ്പുണ്ടായിരുന്നു. മുട്ടുസൂചി വലുപ്പമുള്ള, അതായത് ഫസ്റ്റ് ഫ്ലോറിലാണ് അവരുടെ വീട്. അങ്ങനെ മുകളിലേക്ക് കോണിപ്പടി കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിന്റെ മകൻ ജനൽ വഴി പുറത്തു വരുന്ന നമ്മുടെ ഹീറോയെ കാണുകയാണ്. അമ്മേ കള്ളൻ എന്നവൻ വിളിച്ചു പോകുന്നു. അത് നമ്മുടെ ഹീറോയിനും കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരോടും അവിടെ നമ്മുടെ ഹീറോ മിണ്ടാതിരിക്കാൻ പറയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോ എങ്ങനെയാണ് ജനൽ വഴി പുറത്തു വരുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു പെൺകുട്ടി കാരണമാണ്. ഇതുവരെ നമ്മുടെ ഹീറോയിന്റെ കഥ എന്താണെന്ന് കണ്ടല്ലോ. ഇനി നമ്മുടെ ഹീറോയുടെ കഥ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഹീറോയുടെ പേര് സിദ്ധാർത്ഥ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തൃഷ എന്നൊരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു. പ്രണയം വരുന്നതിന് മുമ്പ് നമ്മുടെ ഹീറോ ഒരു ബിസിനസ്മാൻ ആയിരുന്നു. അങ്ങനെ ഒരു നല്ല ശമ്പളത്തോടു കൂടി അദ്ദേഹം സമ്പാദിച്ചു വെച്ച മുഴുവൻ പണവും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഒരു സമയത്താണ് അദ്ദേഹം ഈ തൃഷയെ കാണുന്നത്. പൊതുവെ പെൺകുട്ടികളെ പ്രണയിക്കണമെങ്കിൽ നമ്മുടെ ഹീറോ 3 സ്റ്റെപ്പുകൾ പരീക്ഷിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് ആ പെൺകുട്ടിയെ നോക്കുക. രണ്ടാമത് ആ പെൺകുട്ടിയുടെ മേൽ പ്രണയത്തിൽ വീഴുക. അതിനുശേഷം ആ പെൺകുട്ടിയുടെ അടുത്ത് താൻ ഭയങ്കര ആളാണെന്ന് കാണിക്കുക. ഇങ്ങനെയെല്ലാം ചെയ്ത് ആ തൃഷയ്ക്ക് വേണ്ടി തന്നെ നമ്മുടെ ഹീറോ ഒരുപാട് ചെലവ് ചെയ്യാൻ തുടങ്ങുന്നു. ആ തൃഷയും ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട്, ഞാനും ഒരു വലിയ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്, നീ ഇവന്റ് മാനേജ്മെന്റ് ആണല്ലോ ചെയ്യുന്നത്, അങ്ങനെ നീ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൽ ഞാൻ നിനക്ക് പണം തന്ന് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ആ തൃഷയ്ക്ക് നമ്മുടെ ഹീറോ കുറെ പണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറെ കമ്പനികൾ, കുറെ ഷെയറുകളുടെ പേരൊക്കെ പറഞ്ഞ് അതിലൊക്കെ തൃഷ ഇൻവെസ്റ്റ് ചെയ്യുന്നതായും അവിടെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഒരിടത്ത് നമ്മുടെ ഹീറോ അതെല്ലാം നഷ്ടപ്പെടുത്തുന്നു. കൂടെ ആ തൃഷയെയും നഷ്ടപ്പെടുത്തുന്നു. അതെങ്ങനെയാണെന്ന് കുറച്ച് നേരത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മുടെ ഹീറോയുടെ ഒരു ഉറ്റ സുഹൃത്തിനെ കാണിക്കുന്നു. ഹീറോയുടെ സുഹൃത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും എപ്പോഴും വഴക്കാണ്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഹീറോ ബിസിനസ് ചെയ്യുന്നെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത് പണമില്ലാത്തത് കൊണ്ട് ഹീറോ തന്റെ സുഹൃത്തായ ഇവരുടെ അടുത്ത് നിന്ന് 2 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ വരെ ആ കടം തിരികെ കൊടുത്തിട്ടില്ല. ആ കടം തിരികെ വാങ്ങാനാണ് ഹീറോയുടെ സുഹൃത്ത് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ പേടിച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഹീറോ ഒളിച്ചിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ നമ്മുടെ ഹീറോയെ കണ്ടതായി അവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഒരുവിധം നമ്മുടെ ഹീറോയെ അദ്ദേഹത്തിന്റെ സുഹൃത്തും വന്ന് മീറ്റ് ചെയ്യാണ്. അങ്ങനെ ഹീറോയുടെ വീടും അദ്ദേഹം ചുറ്റി കാണുന്നുണ്ട്. വീട് മുഴുവൻ നമ്മുടെ ഹീറോ കുറെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. എടാ, എന്റെ 2 ലക്ഷം രൂപ എപ്പോഴാണ് തരിക? എന്റെ ഭാര്യ അവളുടെ അടുത്ത് തന്നെ അടുപ്പിക്കുന്ന പോലുമില്ല. എപ്പോ നിന്റെ അടുത്ത് നിന്ന് ഞാൻ പണം വാങ്ങി ചെല്ലുന്നുവോ അപ്പോഴേ എന്റെ അടുത്തേക്ക് വരാവൂ എന്ന് പറഞ്ഞൂടാ എന്ന് പറഞ്ഞ് അവിടെ സുഹൃത്ത് പരാതിപ്പെടുകയാണ്. നിനക്ക് പണമല്ലേ വേണ്ടത്, ശരി വാ ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഹീറോയും അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ കാറിൽ പോവാണ്.
ഇവിടെ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. സത്യത്തിൽ നമ്മുടെ ഹീറോ എന്തിനാണ് ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് വന്നത്, ആ തൃഷയുമായുള്ള പ്രണയം എങ്ങനെ ബ്രേക്കപ്പ് ആയി എന്ന് പറയാം. ഹീറോ തൃഷയെ പ്രണയിക്കുന്ന കാലത്ത് തൃഷ ചെയ്യുന്ന ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ്സിൽ കുറെ പണം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നല്ലോ. അങ്ങനെ തൃഷ തന്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞ് ഒരു മൊട്ടത്തലയൻ മനോഹറിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ ആ മനോഹറിനും തൃഷയ്ക്കുമാണ് നമ്മുടെ ഹീറോ ലക്ഷക്കണക്കിന് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ആ മനോഹർ ഈ പണം എടുക്കുക മാത്രമല്ല, നമ്മുടെ ഹീറോയുടെ ഗേൾഫ്രണ്ടായ ഈ തൃഷയെയും സ്വന്തമാക്കിയിരുന്നു. ആ പണവും ഗേൾഫ്രണ്ടിനെയും തിരികെ ചോദിച്ച് നമ്മുടെ ഹീറോയെ അടിച്ചോടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലാണ് പണം പോയി, ബിസിനസ് പോയി, ഇപ്പോൾ നമ്മുടെ ഹീറോ ഈ അവസ്ഥയിലിരുന്ന് തന്റെ സുഹൃത്തിനോട് പരാതി പറയുന്നത്. എന്തൊക്കെയായാലും പണം തിരികെ ചോദിക്കാൻ വന്നെങ്കിലും ഹീറോയുടെ ബാല്യകാല സുഹൃത്താണ് ഇദ്ദേഹം. ഇവരെന്ത് തെറ്റ് ചെയ്താലും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഹീറോയുടെ ഈ കഥകളെല്ലാം കേട്ട് ഇപ്പോൾ ഇമോഷണലായി അടുത്തുള്ള ഒരു പബ്ബിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ്. ആ പബ്ബിലും നമ്മുടെ ഹീറോ മദ്യം വേണമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ പബ്ബിലുള്ളവൻ ഒഴിച്ചു കൊടുക്കാൻ മടിക്കുകയാണ്. ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എടാ, 1 വർഷം മുമ്പ് ഇതേ പബ്ബിൽ വന്ന് 1 ലക്ഷം രൂപ ടിപ്സ് തന്നവനാടാ ഞാൻ, നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ്. അവനും അപ്പോഴാണ് ഓർമ്മ വന്ന് ഹീറോയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതേ പബ്ബിൽ ആ തൃഷയും ആ മനോഹറും ഉള്ളത് ഹീറോ കാണുന്നു. എന്നെ പറ്റിച്ചു പോയ 2 പേരും ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് വഴക്കിന് പോവാണ്. എന്നാൽ ആ മനോഹർ ഇപ്പോൾ ഒരു പണക്കാരനായി വളർന്നിരിക്കുന്നു. അതായത് ഹീറോയുടെ പണം വെച്ച് ഇപ്പോൾ ഒരു ബിസിനസ് തന്നെ തുടങ്ങി കോടികൾ മറിയുന്നു. ഇത് കണ്ട് നമ്മുടെ ഹീറോ ഭയങ്കര ദേഷ്യത്തിൽ മനോഹറിനെ അടിക്കാൻ പോവാണ്. എന്നാൽ മനോഹറിന്റെ ഗുണ്ടകൾ ഹീറോയെ അടുത്തുപോലും അടുപ്പിക്കാതെ പബ്ബിൽ വെച്ച് നമ്മുടെ ഹീറോയെ നന്നായി അടിച്ച് പുറത്തേക്ക് എറിയാണ്. അതും ഹീറോയുടെ ഡ്രസ്സൊക്കെ ഊരി പുറത്തിടുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയും അദ്ദേഹത്തിന്റെ സുഹൃത്തും താഴെ കിടക്കുന്ന ഒരു കാർഡ്ബോർഡ് പെട്ടിയെടുത്ത് ശരീരത്തിൽ കെട്ടിവെച്ചിട്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. ഇവിടെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ അവിടെ സുഹൃത്തിന്റെ നാട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടും ആ സ്ഥലത്തേക്ക് വരുന്നു. എന്താ, എന്നെ വിശ്വസിച്ച് വന്നതാണോ? നിന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് എന്തിനാണ് എന്നെ വിശ്വസിച്ച് വന്നത്? ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് കരുതി നീ കുട്ടിയെ എടുത്ത് അപ്പോഴേക്കും വന്നോ? ശരി, ഇതാ പിടിച്ചോ. എന്റെ അടുത്ത് ഒരു 5000 രൂപയേ ഉള്ളൂ. ഇത് വെച്ച് നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിന്റെ മേലെ എനിക്ക് ഇനി ഹെൽപ്പ് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഹീറോയിന്റെ ഫ്രണ്ടും ആ സ്ഥലം വിട്ട് പോകുന്നു. ഇങ്ങനെ പുതിയ സ്ഥലത്തേക്ക് വന്ന ഹീറോയിൻ അവിടെ തനിച്ച് നിൽക്കാണ്. ഇവിടെ ഈ തൃഷയെ കാണിക്കുന്നു. നമ്മുടെ തൃഷയ്ക്ക് എപ്പോഴാണോ നമ്മുടെ ഹീറോയെ വീണ്ടും പബ്ബിൽ വെച്ച് കണ്ടത്, അന്നു മുതൽ ഹീറോയുടെ ഓർമ്മ തന്നെയാണ്. എന്തൊക്കെയായാലും ഇപ്പോൾ ആ മനോഹറിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അയാൾ അറിയാതെ വന്ന് നമ്മുടെ ഹീറോയ്ക്ക് കോൾ ചെയ്യാണ്. എങ്ങനെയുണ്ട്, കുറെ നാളായി നിന്നെ കണ്ടിട്ട്, ശരിയായ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നു. എന്നാൽ ഹീറോ ഭയങ്കര ദേഷ്യത്തോടെ ഞാനൊരു മീറ്റിങ്ങിലാണ്, ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തരുത്, വലിയ ആളായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ഒച്ചയിടാണ്. അടുത്തു നിന്ന് ഒരു നായ കുരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ആ സ്ഥലം വിട്ട് അദ്ദേഹം ദേഷ്യത്തോടെ നടന്നു പോകുന്നു. ഇവിടെ ഹീറോയിൻ ഉണ്ടല്ലോ, അവരുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ ഇവർ ഫസ്റ്റ് ഫ്ലോറിലാണല്ലോ. സെക്കൻഡ് ഫ്ലോറിൽ താമസിക്കുന്ന നമ്മുടെ ഹീറോ വീട്ടുവാടക കെട്ടിയിട്ടില്ല, കറണ്ട് ബില്ല് കെട്ടിയിട്ടില്ല, വാട്ടർ ബില്ലും കെട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തരായി വന്ന് നമ്മുടെ ഹീറോയിന്റെ അടുത്താണ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകുന്നത്. അങ്ങനെ ഹീറോ വന്നതും അദ്ദേഹത്തോട് വഴക്കിടണം എന്ന് പറഞ്ഞ് ഹീറോയിൻ വാതിലിൽ തന്നെ കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഹീറോ ആണെങ്കിൽ പബ്ബിലൊക്കെ പോയിട്ട് ഡ്രസ്സൊക്കെ ഊരി അവിടെ ഒരു കാർഡ്ബോർഡ് ബോക്സുമായി വരുന്നുണ്ടല്ലോ. പടിക്കെട്ടിൽ ഒളിച്ചിരുന്ന് പതിയെ എത്തി നോക്കാണ്. ഹീറോയിനും വാ നിനക്കായി കാത്തിരിക്കുകയാണ്, നീ കടം വെച്ചതിനൊക്കെ എന്റെ അടുത്ത് വന്ന എല്ലാവരും ഒച്ചയിടാണ്, മര്യാദയ്ക്ക് ഒന്നും അടക്കില്ലേ എന്ന് പറഞ്ഞ് ഭയങ്കരമായ വഴക്ക് പറയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ അവിടെ കാർഡ്ബോർഡ് പെട്ടിയുമായി നിൽക്കുന്നത് ഹീറോയിൻ കാണുന്നത്. അവർക്കൊരുമാതിരി നാണം വരുന്നുണ്ട്. ഇപ്പോൾ അവരും അവിടെ നിന്ന് വീടിനുള്ളിലേക്ക് പോവാണ്. ഇപ്പോൾ ഹീറോയും മുകൾ പോർഷനിലുള്ള അദ്ദേഹത്തിന്റെ വീടിനുള്ളിൽ വരികയാണ്. അദ്ദേഹത്തിനും ഉള്ളിൽ ചെറിയൊരു നാണമുണ്ട്. സീൻ കട്ട് ചെയ്താൽ ഇവിടെ നമ്മുടെ ഹീറോയിന്റെ ഭർത്താവിനെ കാണിക്കുന്നു. തന്റെ ഭാര്യ ഈ ഡിവോഴ്സ് പേപ്പർ വെച്ചിട്ട് തന്റെ മകനെ കൂട്ടിക്കൊണ്ടുപോയത് അയാൾക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. തന്റെ സുഹൃത്തിനോട് മദ്യപിച്ചുകൊണ്ട് അവൾക്ക് എത്ര ധൈര്യമുണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് എന്നെ വിട്ട് ഓടിപ്പോവാൻ, അവൾ എവിടെ ഉണ്ടെങ്കിലും തേടി കണ്ടുപിടിച്ച് വീണ്ടും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ ഹീറോയിൻ പുതിയ നാട്ടിലേക്ക് വന്നില്ലേ, ഒരു പൂച്ചക്കുട്ടിയും കൊണ്ടാണല്ലോ വന്നിരുന്നത്. ഇപ്പോൾ ആ പൂച്ചക്കുട്ടിയെ കാണാതാവുന്നു. ഇപ്പോൾ അടുത്തുള്ള വീട്ടിലൊക്കെ ചെന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ മുകളിലത്തെ വീട്ടിൽ നിന്നാണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ഇപ്പോൾ മുകളിലത്തെ വാതിൽ മുട്ടി നോക്കിയപ്പോൾ ഹീറോയും വാതിൽ തുറക്കാണ്. ഉള്ളിൽ നിന്നാണ് പൂച്ചയുടെ ശബ്ദം കേൾക്കുന്നത്. ഹീറോയിനും മകനും അങ്കിൾ ഉള്ളിലാണ് പൂച്ച ഉള്ളത്, മര്യാദയ്ക്ക് തന്നേക്കൂ എന്ന് പറയാണ്. അതൊന്നും തരാൻ പറ്റില്ല, ആ പൂച്ച എന്തിനാ ഉള്ളിൽ വന്നത് എന്ന് ചോദിച്ചാൽ അവിടെ ഭയങ്കരമായ ഒച്ചയിടാണ്. എന്നിട്ട് വാതിലും അടയ്ക്കുന്നു. ഇതെല്ലാം ആ വഴിക്ക് വരുന്ന നമ്മുടെ ഹീറോയുടെ സുഹൃത്ത് കാണുന്നു. എടാ, നീ ഇനിയും നന്നാവില്ലേടാ, എന്തിനാണ് താഴത്തെ വീട്ടുകാരുടെ പൂച്ചയൊക്കെ പിടിച്ചു വെച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്? ശരി വാ, നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, നിനക്കൊരു വലിയ നഷ്ടപരിഹാരം വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് ഹീറോയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അദ്ദേഹം ഒരു വലിയ കമ്പനിയിലേക്ക് വരികയാണ്. ആ കമ്പനി ആരുടേതാണെന്ന് വെച്ചാൽ ആ മനോഹർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഹീറോയെ പറ്റിച്ച് പണവും അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ടുപോയ ആൾ, അദ്ദേഹത്തിൻ്റെതാണ്. അയാളും ഹീറോയുടെ പ്രശ്നം പരിഹരിക്കണം എന്ന് വിചാരിക്കുന്നു. ഞാൻ നിന്റെ ഐഡിയ എടുത്തു, നിന്റെ ഗേൾഫ്രണ്ടിനെയും എടുത്തു,
നീ ഇൻവെസ്റ്റ് ചെയ്ത പണം വെച്ച് ബിസിനസ് തുടങ്ങി. ഞാനിപ്പോൾ ഒരു കോടീശ്വരനാണ്. അതിൽ നീയും ഒരു കാരണമായതുകൊണ്ടും നീ ഇന്നും അത് ആലോചിച്ച് നിന്റെ ജീവിതം നശിപ്പിക്കുന്നതുകൊണ്ടും നിനക്കൊരു നഷ്ടപരിഹാരമായി പണം തരികയാണ്. അതുകൂടാതെ നീ കോടതിയിൽ കേസ് കൊടുക്കാൻ പോകുന്നത് കേട്ടു. ആ കേസൊന്നും കൊടുക്കരുത്, ഈ പണം എടുത്ത് പൊക്കോ എന്ന് പറഞ്ഞ് അയാൾ ഒരു 5 ലക്ഷം രൂപ ചെക്ക് എഴുതി കൊടുക്കുകയാണ്. എന്നാൽ ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. കേവലം ഈ 5 ലക്ഷം രൂപയ്ക്ക് എന്നെ വിലയ്ക്ക് വാങ്ങാൻ നോക്കുകയാണോ? ഇതൊക്കെ ഒരു നഷ്ടപരിഹാരമാണോ? എന്റെ ബിസിനസ് നീ എടുത്തിട്ട് ഇപ്പൊ ഒരു കോടീശ്വരനായി മാറി. എന്റെ ഗേൾഫ്രണ്ടിനെയും കയ്യിൽ വെച്ചുകൊണ്ട് ഈ 5 ലക്ഷം രൂപ വെച്ച് വായ അടപ്പിക്കാമെന്ന് നോക്കുകയാണോ എന്ന് പറഞ്ഞ് ഭയങ്കരമായി ചീത്ത വിളിക്കുകയാണ്. പിച്ചക്കാരനെ പോലെ ഇരിക്കുന്ന നിനക്ക് ഇത് തന്നെ വലിയ കാശാണ് എന്ന് മനോഹർ പറഞ്ഞാലും ഹീറോ അവിടെ കേൾക്കാൻ കൂട്ടാക്കാതെ ആ പണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇതെല്ലാം അടുത്തുള്ള ഹീറോയുടെ സുഹൃത്തിന് ഭയങ്കര ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അയാൾക്ക് ഹീറോ ഇപ്പോൾ 2 ലക്ഷം രൂപ കടം കൊടുക്കാനുണ്ടല്ലോ. അയാൾ ഒരു ചെക്ക് വാങ്ങിയിരുന്നെങ്കിൽ ആ കടം തിരികെ വാങ്ങാമായിരുന്നു എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹീറോ ഇങ്ങനെ ഇറങ്ങിപ്പോയതിൽ അദ്ദേഹത്തിന് ഒരു വലിയ വിഷമമുണ്ട്. ഇങ്ങനൊരു സമയത്താണ് നമ്മുടെ ഹീറോ അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടായ തൃഷയെ വീണ്ടും മീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ഹീറോയ്ക്ക് ഒരു മെക്കാനിക് ഫ്രണ്ട് ഉണ്ട്. ആ മെക്കാനിക്കിനെയും നമ്മുടെ ഹീറോ വന്ന് കാണുകയാണ്. ഒരു വില കൂടിയ കാറ് റിപ്പയറിന് വന്നിട്ടുണ്ട്. ഈ കാർ ഒരു 2 മണിക്കൂറത്തേക്ക് മാത്രം റെന്റിന് എടുക്കുന്നു എന്ന് പറഞ്ഞ് 1000 രൂപ കെട്ടിയിട്ട് അദ്ദേഹം റെന്റിന് എടുക്കുകയാണ്. ആ കാറിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് സ്നാപ്ചാറ്റിൽ ഇടുന്നുണ്ട്. അതും ഈ തൃഷ ഉണ്ടല്ലോ, അവള് കാണുന്നുണ്ട്. അവർക്ക് കാർ എന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. അതും പണക്കാർ കാർ വെച്ചിരുന്നാൽ പിന്നെയും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമ്മുടെ എക്സ് ബോയ്ഫ്രണ്ട് തന്നെ ഒരു പണക്കാരനായി ഇത്രയും വലിയ കാർ വാങ്ങിയെന്ന് പറഞ്ഞ് ഇംപ്രസ്സായി ഉടനെ നമ്മുടെ ഹീറോയ്ക്ക് കോൾ ചെയ്യാണ്. ഹീറോയും പുറത്താണ് വെയിറ്റ് ചെയ്യുന്നത്, വാ എന്ന് വിളിക്കുകയാണ്. മറുവശത്ത് ഇവിടെ ഹീറോയിന്റെ ഭർത്താവ് ഉണ്ടല്ലോ, അയാളിപ്പോൾ ഹീറോയിൻ ഇരിക്കുന്ന നാട്ടിലേക്ക് തന്നെ വരികയാണ്. അയൽപ്പക്കത്തൊക്കെ അന്വേഷിച്ച് ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇരിക്കുന്ന വീട് ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ തൃഷ ആ കാറിന്റെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഹീറോയെയും വന്ന് കാണുകയാണ്. ആ നിമിഷം അവർ രണ്ടുപേരും ഒന്നാകാനും തീരുമാനിക്കുന്നു. അങ്ങനെ ഒന്നായതിനു ശേഷമാണ് തൃഷയ്ക്ക് മനസ്സിലാവുന്നത് ഈ കാർ യഥാർത്ഥത്തിൽ നമ്മുടെ ഹീറോയുടെ കാറല്ലെന്ന്. അവിടെ ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു. എന്താ റെന്റൽ കാറാണോ? എന്നെ പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞ് അവിടെ നമ്മുടെ ഹീറോയെ നോക്കി ഭയങ്കരമായ ഒച്ചയിടുകയാണ്. ഹീറോയും നീ മാത്രം എന്താ നമ്മൾ നല്ല പെണ്ണ് എന്നൊക്കെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നീയും ഒരു കാറുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ എൻ്റെ കൂടെ വന്ന് ഇങ്ങനെ ഇരുന്നത്, ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ പറ്റിക്കുന്നതൊന്നും തെറ്റല്ല എന്ന് പറഞ്ഞ് അവിടെ കൈ കൊട്ടിച്ചിരിക്കുന്നു. തൃഷയ്ക്ക് ഭയങ്കര ദേഷ്യം വന്ന് അവൾ അവിടെ നിന്ന് പോകുന്നതായി കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയും ആ റെന്റൽ കാറ് കൊണ്ടുവന്ന് ആ മെക്കാനിക്കിന്റെ അടുത്ത് തന്നെ വിട്ടിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നടന്നു പോകുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ അവരുടെ വീട്ടിലിരിക്കുമ്പോൾ അവരുടെ ഫോണിലേക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ അവരുടെ ഭർത്താവാണ്. നിന്റെ വീടിന്റെ താഴെയാണ് ഞാനുള്ളത്, 4-5 വീടുണ്ട്, ഏത് വീടാണെന്ന് അറിയില്ല, ഓരോ വീടായി വന്ന് പ്രശ്നം ഉണ്ടാക്കണോ അതോ നീ തന്നെ താഴേക്ക് വരണോ എന്ന് പറഞ്ഞ അയാൾ ഒച്ചയിടാണ്. ഹീറോയിനും പേടിച്ചു പോകുന്നുണ്ട്. പതിയെ താഴേക്ക് എത്തി നോക്കുകയാണ്. അവരുടെ ഭർത്താവ് വരുന്നതും കാണുന്നുണ്ട്. അതേ സമയത്താണ് നമ്മുടെ ഹീറോയും അവിടെ വരുന്നത്. ഇങ്ങനെ ഹീറോയിന്റെ ഭർത്താവ് നമ്മുടെ ഹീറോയെ അടുത്ത് വന്ന് ഈ പെണ്ണിനെ നിനക്ക് അറിയാമോ എന്ന് ചോദിച്ച് ഹീറോയിന്റെ ഫോട്ടോ കാണിക്കുന്നു. നേരത്തെ തന്നെ ദേഷ്യത്തിലിരിക്കുന്ന നമ്മുടെ ഹീറോ ആരെങ്കിലും ഇട്ട് അടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിന്റെ ഭർത്താവിനായിട്ട് അവിടെ അടിക്കാൻ തുടങ്ങാണ്. എടാ സൈക്കോ, എന്തിനാണ് എന്നെ ഇട്ട് അടിക്കുന്നത് എന്ന് അയാൾ ചോദിക്കുകയാണ്. ഞാൻ തന്നെ ഒരു പെണ്ണ് കാരണം ജീവിതം നശിച്ചു കിടക്കുകയാണ്, നിനക്ക് ഇനിയും പെണ്ണിനെ വേണോ എന്ന് ചോദിച്ച് അയാൾ അവിടെ നന്നായി അടിക്കാൻ തുടങ്ങുന്നു. ഇതിൽ പേടിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയിന്റെ ഭർത്താവ് ആ സ്ഥലത്ത് നിന്ന് ഓടിപ്പോകുന്നതായും ഇതെല്ലാം ടെറസിൽ നിന്ന് കാണുന്ന നമ്മുടെ ഹീറോയിൻ സന്തോഷിക്കുന്നതായും കാണിക്കുന്നു. അവർക്ക് തന്നെ ഭർത്താവ് തന്നെ അടിച്ചതൊക്കെ ഓർമ്മ വന്ന് ഇപ്പോൾ അവരുടെ ഭർത്താവിനെ നമ്മുടെ ഹീറോ അടിച്ചല്ലോ എന്നോർത്ത് ഹീറോയുടെ മേൽ ഒരു ബഹുമാനം വരുന്നു. ഇവിടെ ഈ തൃഷ ഉണ്ടല്ലോ, അവരും നമ്മുടെ ഹീറോയുടെ കൂടെ അങ്ങനെ ഇരുന്നിട്ട് ഒരു കുറ്റബോധത്തോടെ വീട്ടിൽ വന്ന് കയറുകയാണ്. അപ്പോൾ അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ മനോഹർ ഉണ്ടല്ലോ, അയാളൊരു മോതിരം കൊടുത്തിട്ട് തൃഷയോട് വിവാഹം കഴിക്കാമോ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ തൃഷയും ഒന്ന് കണ്ണു നിറഞ്ഞിട്ട് അവരും ആ വിവാഹത്തിന് സമ്മതിക്കുന്നു. ഇവിടെ നമ്മുടെ ഹീറോ തന്റെ വീട്ടിലിരുന്ന് കരയാണ്. അദ്ദേഹത്തിന് ഇനിയും ആ തൃഷയെ മറക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ വീടിന്റെ കോളിംഗ് ബെൽ ആരോ അടിക്കുന്നത്. അദ്ദേഹം ആകെ പേടിച്ചു പോവാണ്. കടക്കാരനായിരിക്കും വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് പതിയെ പുറത്തു വന്ന് നോക്കിയാൽ അവിടെ നമ്മുടെ ഹീറോയിൻ വന്ന് നിൽക്കുകയാണ്. ഇന്നലെ എൻ്റെ ഭർത്താവിൽ നിന്ന് എന്നെ രക്ഷിച്ചതിന് വളരെ നന്ദി. ഇപ്പോൾ വേറൊരു സഹായം കൂടി നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം. എനിക്കൊരു കോറിയോഗ്രാഫി അസൈൻമെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 ദിവസം എനിക്ക് ജോലിയുണ്ട്. ആ 2 ദിവസം എൻ്റെ മകനെ നിങ്ങളാണ് നോക്കേണ്ടത്. ഇതുവരെ നിങ്ങളുടെ മേലൊരു തെറ്റായ അഭിപ്രായം എനിക്കുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അതില്ല. എൻ്റെ മകനെ നോക്കണമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവാണ്. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഹീറോ തന്നെ ഒരു നാടോടിയെ പോലെ ചുറ്റിക്കറങ്ങുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കുട്ടിയെ കൊടുത്ത ഉടനെ അദ്ദേഹത്തിനും ഒന്നും മനസ്സിലാകാതെ താഴെ വന്ന് ഹീറോയിനോട് വഴക്കിടുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയിനും തനിച്ച് വിളിച്ച് അവിടെ ഒരു കഥ പറയുന്നത്. താൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു വളർത്തമ്മയുടെ വീട്ടിലാണ് ഞാൻ വളർന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെയുള്ളൊരു പയ്യൻ ഇടയ്ക്കിടെ എൻ്റെ അടുത്ത് മോശമായി പെരുമാറുമായിരുന്നു. ആ വേദന സഹിച്ചുകൊണ്ട് എങ്ങനെയോ അതിൽ നിന്നും പുറത്തു വരാനാണ് എൻ്റെ ഭർത്താവിനെ ഞാൻ വിവാഹം കഴിച്ചത്. എന്നാൽ അയാളും അതിനേക്കാൾ മോശമായി എൻ്റെ അടുത്ത് പെരുമാറി. ഇങ്ങനെ ചെറിയ വയസ്സ് മുതൽ ഇപ്പോൾ വരെ ഒരു യഥാർത്ഥ ആണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ ആണായിട്ടാണ് നിങ്ങളെ ഞാൻ കാണുന്നത്. പ്ലീസ് ദയവ് ചെയ്ത് ഈ 2 ദിവസം എൻ്റെ മകനെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞ് പോവാണ്.
ഹീറോയും കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട്. ഇതുവരെ ഉത്തരവാദിത്തത്തോടെ ഒരു കാര്യവും ചെയ്യാത്ത നമ്മുടെ ഹീറോ അവിടെ ഹീറോയിന്റെ മകനെയും നോക്കാൻ തീരുമാനിക്കുകയാണ്. ഒരു വീട് തന്നെ അവിടെ അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി നമ്മുടെ കൂടെ താമസിക്കുന്നത് കൊണ്ട് ആ വീടും കുറച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ കുട്ടിയെ അദ്ദേഹം രാവിലെ സ്കൂളിൽ കൊണ്ടുപോകുന്നു. ആ കുട്ടിക്ക് ഒരു അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ട്, അതും മാത്സ് അസൈൻമെന്റ്. അത് തീർത്തിട്ട് വന്നില്ലെങ്കിൽ സാർ അടിക്കും, നിങ്ങളാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് അങ്കിൾ എന്ന് ചോദിക്കുകയാണ്. എടാ, എനിക്ക് ഡ്രോയിങ്ങിനെ പറ്റി മാത്രമേ അറിയൂ, കുറെ വരയ്ക്കും, മാത്സ് ഒന്നും എനിക്ക് അറിയില്ലടാ എന്ന് പറഞ്ഞ് ഹീറോയും പേടിക്കുന്നുണ്ട്. അപ്പോഴാണ് അവനെ ഒരു പഴക്കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന മാത്സ് ഒക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അതും ആ കുട്ടി മനസ്സിലാക്കി ആ അസൈൻമെന്റ് സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ തീർക്കുന്നു. ഇതിൽ ഹീറോയും സന്തോഷിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ്സും തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ആ കുട്ടിയും അവന്റെ ക്ലാസ്സിലേക്ക് വരികയാണ്. അവിടെ സാറും അസൈൻമെന്റ് തീർത്തോ എന്ന് ചോദിച്ച് തീർക്കാത്ത ഓരോ കുട്ടികളെയും മുട്ടുകുതിച്ച് പൊതിരെ തല്ലുകയാണ്. ഇവിടെ ഈ കുട്ടിയോ തന്റെ ബാഗിൽ നിന്ന് അസൈൻമെന്റ് നോട്ട് എടുക്കാമെന്ന് നോക്കിയാൽ ആ നോട്ട് അറിയാതെ അവൻ ഓട്ടോയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, തീർത്തിട്ട് ഓട്ടോയിൽ വെച്ചല്ലോ എന്ന് അവൻ ഒരുമാതിരി പേടി വന്ന് തന്റെ സാറിനോടും സാർ തീർത്തു സാർ, അടിക്കരുത് സാർ, അറിയാതെ വീട്ടിൽ വെച്ച് മറന്നുപോയി സാർ എന്ന് പറയാണ്. എന്നാൽ സാർ അത് വിശ്വസിക്കാതെ അടിക്കാൻ വരികയാണ്. അദ്ദേഹത്തിന്റെ വടി പിടിച്ചുകൊണ്ട് അവൻ അവിടെ കരയാണ്. അത് കണ്ട് ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾ ചിരിക്കുന്നുണ്ട്. സാറിന് നാണക്കേടാവുന്നു. എന്റെ വടിയിൽ പിടിക്കുന്നോ എന്ന് ചോദിച്ച് അവനെ പുറത്തു കൊണ്ടുവന്ന് അതേ വടി വെച്ച് കൈ ഓങ്ങുന്നതാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോ വരുന്നു. ആ അസൈൻമെന്റ് നോട്ട് നമ്മുടെ ഹീറോ എടുത്തു വരികയാണ്. ആ സാറിനെ കാണുന്ന ഹീറോയും ഒരു ചെറിയ കുട്ടിയെ അടിക്കാനാണോ കൈ ഓങ്ങുന്നത് എന്ന് ചോദിച്ച് ആ സാറിനായിട്ട് ഹീറോ പെരുമാറാണ്. ഇപ്പോൾ പ്രിൻസിപ്പൽ റൂമിൽ ആ സാർ, നമ്മുടെ ഹീറോ, ആ ചെറിയ കുട്ടി 3 പേരും ഉണ്ട്. സാറും ഹീറോയെ പറ്റി പരാതിപ്പെടുന്നുണ്ട്. ഇപ്പോൾ ആ ചെറിയ കുട്ടിയോട് ഇവരാരാണ്, എന്തിനാണ് നിനക്ക് വേണ്ടി ആ സാറിനെ അടിച്ചത് എന്ന് പ്രിൻസിപ്പൽ ചോദിക്കുകയാണ്. ചെറിയ കുട്ടി എനിക്ക് ആരെന്നേ അറിയില്ല, മുകളിലത്തെ വീട്ടുകാരാണ് എന്ന് പറയുന്നു. അപ്പോൾ ആളെ കൂട്ടിക്കൊണ്ട് വന്ന് സാറിനെ തന്നെ അടിക്കുകയാണോ എന്ന് പറഞ്ഞ് ആ കുട്ടിയെയും ഒരാഴ്ചത്തേക്ക് സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഹീറോയിനും 2 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ സ്കൂളിൽ നടന്ന സംഭവങ്ങളൊക്കെ അറിയാണ്. പ്രിൻസിപ്പൽ മാഡത്തിനോട് അവർ വന്ന് എത്രയോ സോറി ചോദിക്കുന്നുണ്ട്. എന്നാൽ പ്രിൻസിപ്പൽ ക്ഷമിക്കുന്നതായി തോന്നുന്നില്ല. അപ്പോഴാണ് അതേ സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു പ്രശ്നം നടക്കുന്നത്. അതായത് അതേ പ്രിൻസിപ്പലിന് ആ സ്കൂളിൻ്റെ മതിലൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ പെയിന്റ് അടിക്കാൻ പറഞ്ഞും അവിടെ കുറെ ചിത്രങ്ങൾ വരയ്ക്കാൻ പറഞ്ഞും അവരൊരു വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ചിത്രകാരൻ വളരെ മോശമായി വരച്ചു വയ്ക്കുന്നു. അതിൽ ആ പ്രിൻസിപ്പലിന് ദേഷ്യം വന്ന് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോയിനും ആ സ്ഥലത്തേക്ക് വന്ന്, മാഡം, ഈ പ്രശ്നം ഞാൻ സോൾവ് ചെയ്ത് തരാം, ദയവ് ചെയ്ത് എൻ്റെ മകനിട്ട സസ്പെൻഷൻ മാത്രം നീക്കണം, നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ ഒരു മികച്ച ചിത്രകാരൻ വരച്ചു തരും എന്ന് പറയാണ്. ആരാണ് ആ ചിത്രകാരൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണ് എന്ന് കൈ കാണിക്കുന്നു. ഹീറോയും അവിടെ പരിങ്ങി പോവാണ്. എന്താണ് പേടിക്കുന്നത്? എൻ്റെ മകനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യിച്ചിട്ട് ഇപ്പോൾ നീ വരയ്ക്കില്ല എന്ന് വേറെ പറയോ? മര്യാദയ്ക്ക് വരച്ചു കൊടുക്ക്, വരച്ചു കൊടുത്താൽ അവർ ശമ്പളവും തരും, എൻ്റെ മകനെ വീണ്ടും സ്കൂളിൽ ചേർക്കുകയും ചെയ്യും. എൻ്റെ മകൻ പഠിക്കാതിരിക്കുന്നതും പഠിക്കുന്നതും നിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് അവിടെ ഹീറോയെ മോട്ടിവേറ്റ് ചെയ്ത് അവിടെ ആ ചിത്രവും അദ്ദേഹത്തെ കൊണ്ട് വരപ്പിക്കുന്നു. അതുവരെ പണിയും കൂലിയും ഇല്ലാതെ തൻ്റെ പഴയ കാമുകിയെ ആലോചിച്ച് മദ്യപിച്ച് നടന്നിരുന്ന ഹീറോ ഇപ്പോൾ ഉത്തരവാദിത്തത്തോടെ ഓരോ ദിവസവും രാവിലെ വന്ന് ആ ചുമരുകളിൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നു. പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ആ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഹീറോ ഓരോ ദിവസവും വരയ്ക്കുമ്പോഴും കൂടെ ഹീറോയിനാണ് ഹീറോയ്ക്ക് ഭക്ഷണം കൊടുത്ത് വിടുന്നത്. അങ്ങനെ ഹീറോയിനോട് കുറെ സമയം ചെലവഴിക്കുന്നുണ്ട്. അവരുടെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇപ്പോൾ ഹീറോ വിജയകരമായി ആ സ്കൂളിലുള്ള ചുമരുകൾ വരച്ചു തീർത്തും ആ പ്രിൻസിപ്പലും അഭിനന്ദിച്ച് ഹീറോയിന്റെ കയ്യിൽ ഒരു 15,000 രൂപ കൊടുക്കുന്നു. ഹീറോയിനും അവരുടെ കമ്മീഷൻ കുറച്ചിട്ട് ബാക്കി 7,000 രൂപ നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കുന്നു. ഹീറോയ്ക്ക് ആ 7,000 രൂപ വലിയ തുകയാണ്. അദ്ദേഹം അധ്വാനിച്ച് സമ്പാദിച്ചതിൽ അതും കുറെ നാളുകൾക്ക് ശേഷം ആ പണം ചെലവാക്കണം എന്ന് വിചാരിക്കുകയാണ്. അത് മൊത്തവും നമ്മുടെ ഹീറോയിന് വേണ്ടിയും അവരുടെ മകന് വേണ്ടിയുമാണ് അദ്ദേഹം ചെലവാക്കുന്നത്. സോ അതിൽ നിന്ന് കുറെ സ്കൂളുകളിൽ വന്ന് അവിടെ കുറെ ചിത്രങ്ങൾ നമ്മുടെ ഹീറോ വരയ്ക്കുന്നതായും അതുകൂടാതെ ചുമരുകളിലും പുറത്തും അദ്ദേഹം കുറെ ചിത്രങ്ങൾ വരച്ച് ഓരോ സ്ഥലത്തെയും മനോഹരമാക്കുന്നതായും കാണിക്കുന്നു. അതുവരെ തെണ്ടി നടന്നിരുന്ന ഹീറോ ഇപ്പോൾ ഒരു ചിത്രകാരനായി മാറി ഈ നാടിനെ തന്നെ ഇളക്കി മറിക്കുകയാണ്. ഇതിൽ ഹീറോയെയും നമ്മുടെ ഹീറോയിന് ഭയങ്കരമായി ഇഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ വീണ്ടും നമ്മുടെ ഹീറോ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ കൂടെ ആ മനോഹറിനെ കാണാൻ വരികയാണ്. ഇപ്പോൾ ആ മനോഹർ നമ്മുടെ ഹീറോയ്ക്ക് 25 ലക്ഷം രൂപ ഓഫർ ചെയ്യുന്നു. അപ്പോൾ ആ സ്ഥലത്ത് തൃഷ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ തൃഷയെ കണ്ടാൽ ദേഷ്യപ്പെട്ടിരുന്ന ഹീറോ, എൻ്റെ അഭിമാനത്തിന്റെ വില, എൻ്റെ ഗൗരവത്തിന്റെ വില, എൻ്റെ വർക്കിന് വില 25 ലക്ഷമോ, ഇതും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ ചെക്കും കീറിക്കളഞ്ഞ് പോവാണ്. ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. നമ്മുടെ ഹീറോയിനും കുറച്ചായി അവരുടെ ഭരതനാട്യ കല ടെറസിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ അവരുടെ ഏരിയയിലുള്ള ചില പെൺകുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ ഹീറോയിന്റെ കൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടികളൊക്കെ ഹീറോയിന്റെ അടുത്ത് ഭരതനാട്യം പഠിക്കുന്നു. അതുവഴി ഹീറോയിനും സമ്പാദിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഹീറോയിനുമായി നമ്മുടെ ഹീറോ ക്ലോസ് ആവാൻ തുടങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ പഴയ കാമുകിയായ തൃഷ വീണ്ടും നമ്മുടെ ഹീറോയുടെ മേൽ ആഗ്രഹിക്കാൻ തുടങ്ങുകയാണ്. ഈ തൃഷയ്ക്ക് എന്തൊക്കെയായാലും ഇപ്പോൾ എൻഗേജ്മെന്റ് ഒക്കെ ഫിക്സ് ആയിട്ടുണ്ടായിരുന്നല്ലോ.
തുടർന്ന് നമ്മുടെ ഹീറോയ്ക്ക് അവൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹീറോ ഫോൺ എടുക്കുന്നില്ല. അദ്ദേഹം കുറെ സമയം നമ്മുടെ ഹീറോയിന്റെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഹീറോയിന്റെ മകനും ഹീറോയോട് വളരെ സ്നേഹത്തിൽ പെരുമാറുന്നു. ഒരു ദിവസം നമ്മുടെ ഹീറോയിന്റെ കൂടെ നമ്മുടെ ഹീറോ ടെറസിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നീ ചിത്രം വരച്ചതിനുള്ള ശമ്പളം എന്ന് പറഞ്ഞ ഹീറോയിനും കുറച്ച് പണം ഹീറോയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അദ്ദേഹം ഇമോഷണൽ ആവുന്നു. 2 വർഷമായി എൻ്റെ ജീവിതം നാറിപ്പോയിരിക്കുകയായിരുന്നു. നീ വന്നതിന് ശേഷമാണ് ഇങ്ങനെ മാറിയത്. വളരെ താങ്ക്സ് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ മേലും ചാരി അദ്ദേഹം പൊട്ടിക്കരയാണ്. അതിൽ ഹീറോയിനും ഒരു മാതിരി ആവുന്നുണ്ട്. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് അടുക്കുകയാണ്. എന്നാൽ അവർക്ക് ഒരു മാതിരിയായി തൻ്റെ ഭർത്താവിനെ ഓർമ്മ വന്ന് അവിടെ നമ്മുടെ ഹീറോയെ തട്ടി മാറ്റിയിട്ട് താഴെ ഓടി വരികയാണ്. ഇപ്പോൾ ഹീറോയും മോശമായി പോയോ, ആദ്യം തന്നെ എൻ്റെ പ്രണയം അവളോട് തുറന്നു പറയണമായിരുന്നു എന്ന് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടുവാതിൽകൾ ആ തൃഷ വന്ന് നിൽക്കുകയാണ്. അവൾ ഭയങ്കരമായി മദ്യപിച്ചിട്ടുണ്ട്. ഹീറോയെ കണ്ടതും നീ വന്നോ, നിനക്ക് എത്ര തവണ കോൾ ചെയ്യുന്നുണ്ട്, എന്തിനാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഹീറോയുടെ അടുത്തേക്ക് വരികയാണ്. ഹീറോയും നിനക്ക് എന്ത് വേണം, നിർത്ത് തൃഷ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ദയവ് ചെയ്ത് പൊക്കോളൂ എന്ന് പറഞ്ഞ് ഒച്ചയിടുകയാണ്. തൃഷ അതൊന്നും കേൾക്കാതെ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് അടുക്കുകയാണ്. അങ്ങനെ ഒരിടത്ത് ഹീറോയെ നിർബന്ധിച്ച് അവിടെ ഒന്നാവുകയും ചെയ്യുന്നു. ഇവിടെ എന്തൊക്കെ ഹീറോയിനെ സ്നേഹിച്ചാലും ആ മൊമെന്റിൽ നമ്മുടെ ഹീറോയിനെ മറന്ന് തൃഷയുടെ കൂടെ ഇരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ തൃഷയും അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ഹീറോയിൻ കാണുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് വേഗത്തിൽ പോ എന്ന് പറഞ്ഞ് തൃഷയെ അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോ ടെറസിലേക്ക് വരികയാണ്. ഇതിൽ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്, കുറച്ചു നേരത്തിൽ റിവീൽ ചെയ്യാം. അങ്ങനെ ടെറസിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് വന്ന് സോറി ചോദിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ കുറേ ക്രൂരതകൾ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നീ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പേടിച്ചു പോയത്, എന്നോട് ക്ഷമിക്ക്. ഞാനും നിന്നെ പ്രണയിക്കുന്നുണ്ട്, കാരണം ഞാനും എൻ്റെ മകനും നിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് സന്തോഷമായിരിക്കുന്നത് എന്ന് പറഞ്ഞ് കരയാണ്. ഞാനിപ്പോൾ ബാംഗ്ലൂർ പോവുകയാണ്, ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വരും. അങ്ങനെ വന്നതിന് ശേഷം എൻ്റെ മൈൻഡ് മാറും, അതിനുശേഷം നമ്മളൊരു കുടുംബമായി ഒന്നിച്ച് ജീവിക്കും എന്ന് ഹീറോയോട് അവൾ പറയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അവിടെ ചിറക് വെച്ച് പറക്കുന്നത് പോലെ തോന്നുകയാണ്. ഇനി എത്ര നേരത്തിനുള്ളിൽ ബസ് ഉണ്ട് എന്ന് ഹീറോ ചോദിക്കുകയാണ്. ഇനിയും 2 മണിക്കൂറിനുള്ളിൽ ആണ് ബസ് വരാൻ പോകുന്നത് എന്ന് പറയാണ്. ശരി, റെഡിയാവ് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്ന് ഹീറോയിനെ ബസ് സ്റ്റാൻഡിൽ വിടാൻ ഒരുങ്ങുന്നു. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട്. അങ്ങനെ ഹീറോയുടെ അടുത്തേക്ക് അടുക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഇവർ രണ്ടുപേരും പ്രണയത്തോടെ ഒന്നാകുന്ന പോലെ കാണിക്കുന്നു. ഹീറോയും അതിനുശേഷമാണ് ഹീറോയിൻ്റെ അടുത്ത് സത്യമായും നിന്നെ മാത്രമാണ് ജീവിതത്തിൽ ഞാൻ പ്രണയിക്കുന്നത്, നിന്റെ കൂടെ ഇരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഇത്ര സന്തോഷമായിരിക്കുന്നത്, നീ മാത്രം എൻ്റെ ജീവിതത്തിൽ മതി. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അവിടെ ഒരു ഹീൽസ് ചെരുപ്പിരിക്കുന്നത് കാണുന്നത്. അത് കണ്ടിട്ട് ഹീറോയോട് ഈ ചെരുപ്പ് ആരുടേതാണ് എന്ന് ചോദിക്കുന്നു. ഹീറോ അവിടെ പെട്ടുപോകുന്നു. അദ്ദേഹത്തിന് എന്ത് പറയണമെന്ന് അറിയില്ല. ഇപ്പോൾ ഹീറോയുടെ ഫോൺ എടുത്ത് നോക്കിയാൽ തൃഷയോട് സംസാരിച്ചിരിക്കുന്നതും ചാറ്റ് ചെയ്തിരിക്കുന്നതും അവിടെയുണ്ട്. അത് വെച്ച് ഇത് തൃഷയുടെ ചെരുപ്പ് തന്നെയാണ്, തൃഷയാണ് ഇപ്പോൾ ഈ വീട്ടിലേക്ക് വന്നു പോയിരിക്കുന്നത് എന്ന് ഹീറോയിൻ കണ്ടുപിടിച്ചിട്ട് തകർന്നു പോവാണ്. എടാ, ഈ തൃഷയെ മറക്കാതെ ഇപ്പോൾ എൻ്റെ കൂടെയും ഒന്നായിരുന്നില്ലേ, എന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് എല്ലാ ആണുങ്ങളെയും പോലെ തന്നെയാണ് നീയും എന്ന് പറഞ്ഞ് ഇപ്പോൾ തൻ്റെ മകനെയും കൂട്ടി അവർ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയിനോട് ഒരു സത്യം പറയണം എന്ന് പറഞ്ഞ് പുറകെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ് സ്റ്റാൻഡ് വരെ പുറകെ വന്ന് ബസ് സ്റ്റാൻഡിൽ വരെ ഹീറോയിനെ കാണാൻ കഴിയാതെ അവസാനം ആ ബസ് പുറപ്പെടുമ്പോൾ ഹീറോയിനെ നോക്കിയിട്ട് ഹീറോയിനും അവരുടെ മകനും രണ്ടുപേരും ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്ന് പോവാണ്. ഇതാണ് ഓപ്പണിംഗ് സീനിൽ കാണിച്ചിരുന്നത്. ശരി, ഹീറോ എന്ത് സത്യമാണ് പറയാൻ വന്നത്, അവിടെ എന്ത് ട്വിസ്റ്റാണ് കാത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അപ്പോഴാണ് തൃഷ വീട്ടിലേക്ക് വന്ന സമയത്ത് ഹീറോയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നത്. തൃഷ വീടിനുള്ളിൽ വന്നതും ഹീറോയോട് എനിക്കിനി 3 മണിക്കൂറിനുള്ളിൽ എൻഗേജ്മെൻ്റ് ആവാൻ പോവാണ്, എൻഗേജ്മെൻറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് അറിയില്ല, എനിക്ക് മനസ്സിൽ മുഴുവനും നിന്റെ ഓർമ്മയാണുള്ളത്, അതാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞ് ഹീറോയോട് ഒന്നാവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഹീറോ തൻ്റെ മനസ്സിൽ മുഴുവൻ ഹീറോയിൻ ഇരിക്കുന്നത് ഓർത്തു നോക്കും. അതുകൊണ്ട് തൃഷയെ തൻ്റെ അടുത്ത് പോലും ചേർക്കാതെ അവിടെ തന്നെ തൃഷയെ തല്ലിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പോകുമ്പോൾ അറിയാതെ അവൾ ഹീറോയുടെ ചെരുപ്പാണ് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ അവിടെ ഇരുന്ന ഹീൽസ് ആണ് ഹീറോയിൻ കണ്ടിട്ടുണ്ടാവുക. ഇതാണ് സത്യത്തിൽ നടന്നിട്ടുണ്ടാവുക. സോ ഇപ്പോൾ ഹീറോയിൻ അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയ ഉടനെ 2 കാര്യം ഓർക്കുകയാണ്. ഒന്ന്, നമ്മുടെ ജീവിതം മുൻപും നശിപ്പിച്ചിട്ട് ആ മനോഹറിന്റെ കൂടെ പോയതും തൃഷ. ഇപ്പോൾ വീട്ടിലേക്ക് വന്ന ഹീറോയിനുമായി ചേരാൻ വരുമ്പോൾ അതും നശിപ്പിച്ചു വിട്ടത് ഈ തൃഷ. അവളോട് നമ്മൾ പ്രതികാരം ചെയ്യണോ ക്ഷമിച്ചു വിടണോ എന്ന് ആലോചിക്കുകയാണ്. പ്രതികാരം ചെയ്യുന്നതാണ് ശരി എന്ന് ഹീറോയും തീരുമാനിക്കുന്നു. ഇപ്പോൾ തൃഷയും അവരുടെ എൻഗേജ്മെന്റിൽ വളരെ സന്തോഷവതിയായി മനോഹറിന്റെ കൂടെ നിൽക്കുകയാണ്. അവിടെ നമ്മുടെ ഹീറോ ട്രൗസർ ഇട്ട് വരികയാണ്. മനോഹർ, തൃഷ രണ്ടുപേരും സന്തോഷമായി ജീവിക്കുക, നിങ്ങൾക്കൊരു സമ്മാനം തരുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ തൃഷ നമ്മുടെ ഹീറോയുടെ വീട്ടിൽ വിട്ടുപോയ ചെരുപ്പില്ലേ, ആ ചെരുപ്പ് സമ്മാനമായി കൊടുക്കുന്നു. അത് കാണുന്ന മനോഹറും ഞെട്ടിപ്പോവാണ്. ഇത് നമ്മുടെ ഭാവി ഭാര്യയുടെ ചെരുപ്പല്ലേ, ഇതെന്തിനാ ഇവൻ കൊടുക്കുന്നത്, ഇവന്റെ വീട്ടിലേക്ക് നമ്മുടെ ഭാര്യ എപ്പോഴാ പോയത് എന്ന് പറഞ്ഞ അയാളും ഷോക്കാവുന്നുണ്ട്.
തൃഷയും അവിടെ പെട്ടുപോയല്ലോ എന്ന് ഷോക്കാവാണ്. ഇങ്ങനെ അവരുടെ ജീവിതം നശിപ്പിച്ചു വിട്ടിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. ശരി, ഇപ്പോൾ ഹീറോയും ഹീറോയിനും ചേർന്നു എന്ന് ചോദിക്കുകയാണോ? അപ്പോഴാണ് ഈ സിനിമയുടെ ഡയറക്ടർ വന്നിട്ട് എല്ലാ സിനിമയ്ക്കും നിങ്ങൾക്ക് ഹാപ്പി എൻഡിങ് വേണോ എന്ന് ചോദിച്ചിട്ട് ശരി, നിങ്ങൾക്ക് അനുസരിച്ച് തന്നെ ഹാപ്പി എൻഡിങ് തരാം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ വീണ്ടും ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ വീണ്ടും പ്രണയിക്കണമെങ്കിൽ 2 കാര്യം ചെയ്യണം. ഒന്ന് സോറി ചോദിക്കണം, മറ്റൊന്ന് കെഞ്ചണം, പിച്ചെടുക്കണം എന്ന് പറഞ്ഞ് അതെല്ലാം ചെയ്ത് ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ അദ്ദേഹം പ്രണയിക്കുകയും ചെയ്യാണ്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഹീറോ ഹീറോയിൻ അവരുടെ മകൻ എന്ന് പറഞ്ഞ ജീവിതം അവർ സന്തോഷമായ ഒരു കുടുംബമായി ജീവിക്കുകയാണ്. ഇവിടെ ഹീറോയുടെ സുഹൃത്തുണ്ടല്ലോ, അദ്ദേഹത്തിന് കടം തിരികെ കൊടുത്തില്ലെങ്കിലും നമ്മുടെ ഹീറോയുടെ കൂടെ ചേർന്ന് ജോളിയായി പെരുമാറുന്നതായും അത് മറന്ന് ജീവിക്കുന്നതായും ഇപ്പോൾ ഹീറോ ചിത്രങ്ങളൊക്കെ വരച്ച് ഒരു വലിയ ചിത്രകാരനായി തന്നെ മാറുന്നതായും കാണിച്ച് ഈ സിനിമയുടെ കഥ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ പറയുന്നു.